പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വരവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ച് കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പൊ വിവേചനം വരുന്നുണ്ട്. നമ്മൾ 6 നിയോഗം എഴുതിയിട്ടില്ലേ? അപ്പം നിയോഗങ്ങൾക്ക് വിവേചനം വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേചനം എന്ന് പറയുന്നത് എന്താ? ഡിസേൺമെൻറ്റ്. ഇപ്പം നീ കാനഡയായിട്ട് പോകാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ നിയോഗം നല്ലതാ. എന്താ നീ വിചാരിക്കണത്? നിൻ്റെ കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അല്ലേ? നിൻ്റെ കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമല്ലോ. വീട്ടിലും കടമുണ്ട്, നീ കെട്ടിവന്ന വീട്ടിലും കടമുണ്ട്. അപ്പോൾ 2 കടങ്ങളെ 2 മാതാപിതാക്കന്മാരെയും ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച കുഴപ്പമില്ല. അറപ്പുരകൾ പൊളിച്ച് വലിയവ പണിത് ആളാകാമെന്ന് വിചാരിച്ച ഈ രാത്രി ജീവൻ ആവശ്യപ്പെടും. അപ്പോൾ വിട്ടി എന്ന് ദൈവം വിളിക്കും. നിൻ്റെ വീട് വലുതാക്കാം, കാറിൻ്റെ കമ്പനി മാറ്റിയിട്ട് ബ്രാൻഡ് മാറ്റാം എന്ന് വിചാരിച്ച അവിടെ എന്നാ സംഭവിക്കണത്? അരൂപി മാറിപ്പോവും. അരൂപിയാണല്ലോ വിവേചിക്കണത്. അരൂപിയാണ് വിവേചിക്കുന്നത്. ഇപ്പം നീ കാനഡയിൽ പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോ, അപ്പം നിൻ്റെ മനസ്സിൽ സത്യസന്ധമായ എല്ലാ ആഗ്രഹവും ദൈവം അംഗീകരിക്കും. അരൂപിയാണ് വിവേചിക്കണത്. അപ്പോൾ വരുമ്പോൾ വിഷയം, ഇപ്പം നിൻ്റെ വീട്ടിൽ കടവുണ്ട്, അതുപോലെ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും കടവുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയുടെ വീട്ടിലും കടവുണ്ട്. മാതാപിതാക്കന്മാർ 55 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ കുറേ ടെൻഷൻ അടുപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 10-60 വയസ്സ് കഴിഞ്ഞാലൊക്കെ മനുഷ്യൻ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിനെക്കുറിച്ചൊരു വിലയുണ്ടാകണം. അല്ല, നിങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്നല്ല. 65 വയസ്സ് കഴിഞ്ഞൊക്കെ ഈ ആൾക്കാർ ടെൻഷൻ അടിക്കണത് അവരുടെ ആയുസ് കുറഞ്ഞ് അത് വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടും. അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും, എൻ്റെ ഭാര്യയുടെ അപ്പനും അമ്മയും വേദനയില്ലാതെ അവർ സമാധാനം ജീവിക്കണം. കർത്താവെ എന്നെ സഹായിക്കണേ. അത് റൈറ്റ് സ്പിരിറ്റാണ്. അതാണ് നിയോഗം എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ വിചാരിക്കണം അങ്ങനെയല്ല. നമ്മൾ പഠിച്ച കാലം പോലെ നമ്മൾ പഠിച്ച ആൾക്കാരുമായിട്ട് കോമ്പറ്റീഷനുള്ളതാണ്. പഠിച്ച കാലം പോലെ ഇപ്പോൾ പഠിച്ച ആൾക്കാരുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും, അയൽവാസികളുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും, മത്സരമില്ലേ? ഈ മത്സരത്തിലിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മത്സരത്തിലിരിക്കുന്നവരെയും ദൈവം വിളിക്കുന്നത് 2 ആൾക്കാരെയാണ് ദൈവം വിട്ടിയെന്ന് വിളിക്കുന്നത്. ആരെയാണ്? ഒന്ന് മത്സരത്തിലിരിക്കുന്ന ആൾക്കാരെ, അയൽവാസിയായിട്ടോ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ മത്സരത്തിലിരിക്കുക. 2ാമത് അറപ്പുരകൾ പൊളിച്ച് വലിയവ പണിതിട്ട് അഹന്ത വർദ്ധിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് ചമയാൻ ഉദ്ദേശിക്കുന്നവരെ ദൈവം വിട്ടി എന്ന് വിളിക്കും. 2 ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഫോഷ പരപ്പ്. ഇപ്പോൾ ഒരുത്തിന് സമൃദ്ധമായ വിളവ് നൽകി, അവൻ്റെ വരുമാനം വർദ്ധിച്ചു. ഇപ്പോൾ 3 ലക്ഷം രൂപയ്ക്കാണ് UK നേഴ്സുമാരുടെ വരുമാനം വരിക്കണം. അപ്പോൾ വരുമാനം വർദ്ധിച്ചു. വരുമാനം വർദ്ധിച്ചപ്പോൾ എന്നാ ചെയ്തത്? അപ്പോൾ ബൈബിളിലെ ആ കർഷകൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചപ്പോൾ അവൻ്റെ കൃഷിയുടെ സമൃദ്ധമായ വിളവ് നൽകി, അല്ലേ? അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ചിന്തിച്ചു. എന്നാ ചിന്തിച്ചത്? ഞാൻ ഈ സമ്പത്തെല്ലാം, ധാന്യമെല്ലാം എവിടെ കൊണ്ടേ വെക്കും? ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് വലിയവ പണിയും. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു മത്സ്യത്തൊഴിലാളി സഹോദരൻ വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങളുടെ ഒരു ഡിസ്കോ വല കൂടി വാങ്ങിക്കാൻ പോവുകയാണ്, പണിക്കാർ കൂടുതലായെന്ന് പറഞ്ഞു. കാര്യം നല്ല പണിയുള്ള വള്ളമാണ്, എപ്പോഴും മത്സ്യബന്ധനത്തിന് നല്ല
ജോലി കിട്ടണ മീൻ കിട്ടണ വള്ളമാണ്. അപ്പോൾ അതിത്തിരി പ്രാർത്ഥിച്ച് അവർ രക്ഷപ്പെട്ടതാണ്. അപ്പോഴവർക്ക് തോന്നി 2 വള്ളം വേണമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് അവതരിപ്പിക്കണത് എന്താ? എൻ്റെ അവതരിപ്പിക്കണത് ഈ വന്ന പണിക്കാർ പോകാതിരിക്കാൻ വേണ്ടി അവരെ നിലനിർത്താൻ വേണ്ടി ഒരു ഡിസ്കോ വള്ളം എന്ന് പറഞ്ഞാൽ കോര് വലയാണ്. അതിൻ്റെ ചെമ്മീൻ കിട്ടും, ചൂട കിട്ടും, എല്ലാം കിട്ടും, ചിലപ്പോൾ അയിലയും കിട്ടും. അപ്പോൾ അത് ഒരു മിനിമം ഒരു 8 മാസമൊക്കെ നമുക്ക് കടലിൽ പോകാൻ പറ്റും. മറ്റു വള്ളങ്ങളൊക്കെ സീസണായിട്ട് 4 മാസമാകുമ്പോൾ നിർത്തും. അപ്പോൾ അവൻ പറയണതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ മെസ്സേജ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു 1 സെക്കൻഡ് ഒരു വിശ്വാസ പ്രമാണം ചെല്ലിക്കുകയെന്ന് ചോദിച്ചു. ഉടനെ 1 സെക്കൻഡ് വിശ്വാസ പ്രമാണം ചെല്ലിയപ്പോൾ എനിക്ക് ചെല്ലിയിട്ട് ഞാൻ എന്താ ചെയ്തത്? ജസ്റ്റ് ഓപ്പൺ, കർത്താവിൻ്റെ വചനം തുറന്ന്. എന്നാ കർത്താവ് ഈ വിഷയത്തിൽ പറയണമെന്നറിയണ്ടേ? നമ്മളെ കർത്താവ് ആ വിഷയത്തിൽ നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് ആ വഴിക്ക് വരും. എന്താ കാര്യം? നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിക്ക് കർത്താവ് വരും. അതൊരു ദൈവാനുഭവത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ്. ദൈവത്തെ നീ അങ്ങനെയാണ് വിശ്വസിക്കണത്. ഇന്ന് സെൻറ്റ് ജോസഫിൻ്റെ തിരുനാളാണ്. നമ്മൾ വായിച്ചു കേട്ട വചനം എന്താണ്? ദൈവമായ കർത്താവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം വരുന്നൊരു വഴിയാണ് സ്വപ്നം. ദൈവം വരുന്ന ഒരു വഴിയാണ്. അപ്പോഴേ കർത്താവിനോട് നീ പറഞ്ഞു, കർത്താവ് എനിക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. നീ ഇന്ന് വരെ മനുഷ്യന്മാരോട് സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വഴി, സ്വപ്നമോ ദർശനമോ വചനമോ സദുപദേശങ്ങളോ, ചിലര് പറയുവേ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് എനിക്ക് ഉത്തരം തന്നെന്ന്. എന്താ പറയണത്? അവരെടുക്കുന്നൊരു കോൺഫ്യൂഷനായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഞാനറിയാതെ എന്നിലൂടെ കർത്താവ് അവനോട് സംസാരിക്കും. അപ്പം ഈ ദൈവത്തിന് ഏത് വഴിയും, സത്യം പറയാൻ ഞാൻ ഇത്രയും നാൾ കർത്താവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലാക്കിയത് എല്ലാത്തിനും പഞ്ഞമാണ്, ദൈവത്തിന് മാത്രം പഞ്ഞമില്ല. ഒരു വിശ്വാസിക്ക് ഏത് വഴിയിലൂടെയും ദൈവത്തെ കിട്ടും. പക്ഷേ ഒരു കാര്യം, ദൈവത്തെ കിട്ടുമ്പോഴേ ഈ വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായ? വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കരുത്. അതാണ് അച്ഛൻ പഠിച്ച പല പാഠങ്ങളിലൊന്ന്. വിശ്വാസത്തിൽ നിങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണം. ഒരു മൂവ്മെൻ്റ് ഇല്ല, സ്റ്റക്കായിട്ട് നിൽക്കരുത് ഒരിക്കലും. വിശ്വാസം നിങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണം. എന്താണെന്നറിയാവോ? അടുത്ത ഘട്ടമാണ് പ്രത്യാശ. പ്രത്യാശയിൽ നിങ്ങൾ നിൽക്കരുത്. പ്രത്യാശയിൽ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ എന്താ? അനന്തത വരെ നീളുന്ന നിൽക്കാത്തൊരു വഴിയിൽ നമ്മൾ എത്തിച്ചേരും. അത് സ്നേഹത്തിൻ്റെ വഴിയാണ്. തിയോളജിക്കൽ പർച്ചേസ് അതല്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവത്തിലേക്കുള്ള വഴി. നമ്മൾ ദൈവത്തിൽ വളരുന്നതനുസരിച്ച് വിശ്വാസം ഒരു പരിധി വരുമ്പോൾ വിശ്വാസത്തിൻ്റെ റേഞ്ച്, വിശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ചിലത് വിശ്വാസം കൊണ്ട് ചെയ്യാവുന്നവൻ്റെ അപ്പുറത്തായിരിക്കും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യം എന്നാണെന്നറിയാമോ? ഒരു നേഴ്സ്, വയനാട്ടിലൊരു നേഴ്സിൻ്റെ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ആ സാക്ഷ്യം എടുത്തിടാൻ കാരണം, ആ മോള് ദൈവവേദന, അവൾ വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് പോണത് കാണാം. പ്രത്യാശയ്ക്ക് പോകണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആ കുട്ടിയുടെ കേസ് എന്ന് പറയുന്നത്, അവൾ ടിന ഓസ്ട്രേലിയയിലായിരുന്നു, അവിടെ ജോലി കിട്ടിയതാണ്. പെട്ടെന്ന് അവളുടെ ജോലി നിയമം മാറിയപ്പോൾ ജോലി പോയപ്പോൾ അവൾ വന്ന് ഉടമ്പടി ചെയ്തു.
അമ്മയുടെ കൂടെ നല്ലൊരു ജോലി കിട്ടിയിട്ട് അത് പോയതാ. നിയമം വരുമ്പോൾ ജോലി പോയി. എന്താ ജോലി വെച്ചാൽ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിന് ഓസ്ട്രേലിയ ജോലി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിലനിന്ന് ജോലി ചെയ്യുന്നവരെക്കാൾ ഉയർന്ന കലിബർ ഉണ്ടാകണം. അതാണ് നിയമം. പുതിയ നിയമം വന്നപ്പോൾ നമ്മുടെ സീറ്റ് പോയി. അപ്പോഴവൾ എന്താണെന്ന് വെച്ചാൽ അവൾ അമ്മയോട് ഒന്ന് പറഞ്ഞു, അമ്മ എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, കടമുണ്ട്, എന്നെ സഹായിക്കണം. അമ്മയ്ക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴേ ധൃതി കാണിക്കരുത്. നമ്മളോട് തന്നെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 അരൂപിയിലാണ്, പുണ്യങ്ങളിലാണ് നമ്മൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇപ്പോൾ ഒരു വിശ്വാസ ലെവലിൽ ഫ്ലോപ്പായി കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായെന്നല്ല എൻ്റെ അർത്ഥം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്നാണ് എൻ്റെ അർത്ഥം. വിശ്വാസ ലെവലിൽ ഇപ്പം നമ്മൾക്കറിയാമല്ലോ, ഇപ്പം ഇ എം ഒന്നും പറഞ്ഞൊരു സംഭവമില്ലേ, എന്താ ലെഡ് ചൂടാകണത് എങ്ങനെയാണ്? ഒരു 365 ഡിഗ്രിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ലെഡ് ഉരുകിയിട്ട് കണ്ണീര് പോലെ വരും. കണ്ണീരല്ല, ഈ നമ്മൾ വെള്ളം പോലെ വരും ലെഡ് ഈയം. പക്ഷേ അത്രയും ചൂടാക്കിയ വെള്ളി ഉരുകത്തില്ല. വെള്ളി ഉരുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെൽട്ടിങ് പോയിൻ്റ് 965 ഡിഗ്രി ചൂടാക്കിയാലേ വെള്ളി വെള്ളം പോലെ ഉരുകി വരത്തുള്ളൂ. സ്വർണം അത്രയും ചൂടാക്കിയാൽ സ്വർണം ഉരുകത്തില്ല. സ്വർണം ഉരുകണമെങ്കിൽ 1605 ചൂടാക്കണം. 1605 ഡിഗ്രി ചൂടാക്കിയാൽ മാത്രമേ സ്വർണം ഉരുകത്തുള്ളൂ. ഇതെന്നാ പറഞ്ഞതുപോലെയാണ്, ഓരോ വിഷയം ഉരുകാതെ വരുമ്പോൾ ചൂട് കൂട്ടണമെന്നതിൻ്റെ അർത്ഥം. എന്തിൻ്റെ ചൂട്? ദൈവിക പുണ്യങ്ങളുടെ ചൂട് കൂട്ടണം. ചിലത് വിശ്വാസം കൊണ്ട് ഉരുകി കിട്ടും, ചില വിശ്വാസം കൊണ്ട് ഉരുകത്തില്ല. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കളെ, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാം പ്രോമിസിലുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം നമ്മളെ ജനിപ്പിച്ചപ്പോൾ, മനുഷ്യന്മാരെ ജനിപ്പിച്ചപ്പോൾ, ഇനി സൂര്യൻ ഉരുകി തീരണ വരെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം വാഗ്ദാനത്തിൽ വെച്ചിട്ടുണ്ട്. പുതുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം വാഗ്ദാനത്തിലുണ്ട്. നിത്യത വരെ വാഗ്ദാനത്തിലുണ്ട്. അനുദിന ജീവിതം തൊട്ട് നിത്യത വരെയുള്ള എല്ലാ ഓഫറിങ്സും ദൈവം വാഗ്ദാനത്തിൽ വെച്ചിട്ടുണ്ട്. ഈ വാഗ്ദാനം നമ്മളെന്താ ചെയ്യണത്? 15:6 ഉൽപ്പത്തി പുസ്തകം അനുസരിച്ചുകൊണ്ട് അവകാശമാക്കുകയാണ് ചെയ്യണത്, ഇല്ലേ? ഇപ്പം ഈശോ ഈ അവകാശമാക്കുന്നതിലാണ് നിബന്ധന വരണത്. ബൈബിൾ നിയോഗമെന്ന് പറയുമ്പോൾ ബൈബിൾ പറയണത്, നിയോഗമെന്ന് പറയുന്നതിന് പകരം ബൈബിൾ പലപ്പോഴും ദൈവത്തിൻ്റെ നിയോഗം നമ്മുടെ സ്ഥാനത്ത് നിന്നേ പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം പറയണത്, നിയോഗത്തിന് പകരം പറയണത് വാഗ്ദാനമെന്നാണ്. എന്നിട്ട് നമ്മൾ ഈ വാഗ്ദാനം എന്നാ ചെയ്യണത്? വാഗ്ദാനം നമ്മൾ അവകാശമാക്കുകയാണ് ചെയ്യണത്. ഈ അവകാശത്തിന് പകരം നമ്മൾ എന്താണ് കൊടുക്കണത്? ദൈവത്തിന് വിശ്വാസം കൊടുക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പ്രത്യാശ കൊടുക്കും. ഇനി കുറച്ചുകൂടി കൂടിയ കേസാണെങ്കിൽ പ്രത്യാശ കൊണ്ട് നിൽക്കത്തില്ല. എന്ത് കൊടുക്കും? സ്നേഹം കൊടുക്കും. എബ്രഹാം വിശ്വസിച്ചോ, അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നില്ലേ? അതാണ് സംഭവം. നമ്മൾ വാഗ്ദാനം ഓൾറെഡി ഗിവണാണ്. ഇപ്പം ഈശോ കുർബാന സ്ഥാപിച്ച എന്തിനാ? അത് ഉടമ്പടിയാ. ദൈവത്തിന് ഉടമ്പടിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഞ്ഞി കപ്പ തൊട്ടുള്ള അനുദിനമായ കാര്യങ്ങൾ തൊട്ട്
നിത്യത വരെയുള്ള കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഉടമ്പടിയിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഉടമ്പടിക്ക് ഷാർപ്പായിട്ട് അനുഗ്രഹം കിട്ടുന്ന കാര്യം. ഇതാണ്. ഇപ്പം എബ്രഹാത്തിനോട് പറഞ്ഞാലും ശരി, മോസസിനോട് പറഞ്ഞാലും ശരി, ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? ഉടമ്പടിയാ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് നിന്റെ സന്താനങ്ങൾക്കും ഞാൻ നൽകും. സ്ഥലം എന്താ? ഇടം. എന്തിനാ? നിൽക്കാനും വളരാനുമുള്ള സ്ഥലമാണ്. സ്ഥലം എന്ന് പറയുമ്പോൾ നിസ്സാരമില്ലേ? നമ്മൾ സെൻറ്റ് വെച്ച് അളക്കണ പീസുകിട്ട് മാത്രമല്ല. സ്ഥലമെന്ന് വെച്ചാൽ ഭൗതിക സാഹചര്യം. നമ്മൾ നിൽക്കാനും നമ്മൾ വസിക്കാനും വളരാനുമുള്ള ഇടമാണ് സ്ഥലം. വസിച്ചാൽ മാത്രം പോരല്ലേ, വളരണ്ടേ? വസിച്ചാലും വളരാനും ജീവിതം കൈമാറ്റി കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾ വളർന്നത് നിലനിന്ന് പോകാൻ വേണ്ടിയാണ് സന്താനം. മനസ്സിലായില്ലേ? നമ്മൾ വളർന്ന് നമ്മൾ നേടിയത്. ഇപ്പം നമ്മൾ എന്തിനാ അധ്വാനിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയാണെന്ന് ഉത്തരം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ബീജത്തിന് ഓട്ടമില്ല, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അച്ഛൻ വിട്ടു തരാത്തതിൻ്റെ കാരണം എന്താ? അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സന്താനം. അതിന് IVF എടുത്തിട്ട് നടന്നില്ലെന്ന് പറഞ്ഞാലും അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും. എന്താ കാര്യം? IVF നടന്നില്ല വെച്ചാൽ 2 IVF കഴിഞ്ഞു, ഇനി ഒരു അണ്ടം ഫ്രീസറിൽ ഇരിപ്പുണ്ട്, അത് തരണമെങ്കിൽ 75,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കിട്ടിയാലും അബോർഷനാകണ സ്വഭാവമാണ് എൻ്റെ യൂട്രസിലുള്ളതെന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? നമ്മളപ്പോഴും ദൈവത്തെ പറയും, കർത്താവേ അറ്റ് എനി ലീസ്റ്റ് ചാൻസ് ആണെങ്കിലും കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറയും. എന്താ കാര്യം? കുഞ്ഞിനെ കൊടുക്കുക എന്നുള്ളത് ആദ്യം പോലെ സ്ഥലത്തിൻ്റെ കൂടെ ഉള്ളതാണ് സന്താനം. ഇനി ഇൻ കേസ് എന്നിട്ടും നമുക്ക് കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലോ, നമ്മളത് സുന്ദരമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് എടുത്തിട്ട് സമർപ്പിച്ച് കളയും. അപ്പോഴേ സമർപ്പണമുള്ളത്. പറഞ്ഞു, സമർപ്പണം എന്ന് പറയണത് നിനക്കറിയാവോ? സമർപ്പണമെന്ന് പറയണത് ഈ സ്നേഹം കഴിഞ്ഞു വരുന്ന സംഭവമാണ്. ഒരു ദൈവ പൈതലിന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അവൾ ഭൂമി വെച്ച് തന്നെ പുണ്യപ്പെട്ട് കഴിഞ്ഞ്. മനസ്സിലായ? ആർക്ക്? അതായത് ഇപ്പം തന്നെ ഈശോനോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ എന്നാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് എല്ലാം തക്ക സമയത്ത് ഓർപ്പിച്ച് തരുമെന്ന് പറഞ്ഞില്ലേ? പഠിപ്പിക്കും. ഇപ്പം യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് നിങ്ങളെ തക്ക സമയത്ത് പഠിപ്പിക്കും, നിങ്ങളെ ഓർപ്പിക്കും. എന്നാ അങ്ങനെ പറയണത്? ഈശോ എല്ലാം പഠിച്ചത് ആരാ വഴിയാ? പരിശുദ്ധാത്മാവ് വഴിയാ. ഈശോയുടെ അവസാനം പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താ? ഈശോ ഇനി അപ്പായെ കാണാത്ത കാലം വരും. സൂചന കൊടുത്തായിരുന്നു നേരത്തെ. നീ നിൻ്റെ ജീവിതത്തിൽ ആരെയും കണക്കാക്കിയിട്ടില്ല. ഈശോയുടെ ജീവിതം ആരെയും കണക്കാക്കാത്ത ജീവിതമാണ്. അതുകൊണ്ടാണ് ഈശോ പിടിച്ചു തന്നത്. ഇപ്പം അപ്പൻ സഹായിക്കും, പേരമ്മ സഹായിക്കും, അളിയൻ സഹായിക്കും, അനുജൻ സഹായിക്കും. ഇങ്ങനെ കണക്കാക്കിയതാണല്ലോ നമുക്കുണ്ടാകുന്ന അബദ്ധം. നിങ്ങൾക്കുണ്ടാകുന്ന നിരാശയും സങ്കടവും വൈരാഗ്യവും എല്ലാ പ്രതിലോഭ വികാരങ്ങളും എന്താ? നിങ്ങൾ ആരെയോ പ്രതീക്ഷിച്ചു. അതല്ലേ? അനിയത്തെ സഹായിക്കും, അല്ലെങ്കിൽ അയൽവാസി സഹായിക്കും, അല്ലെങ്കിൽ നമ്മൾ സഹായം കൊടുത്ത ആൾക്കാർ നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ സഹായം കിട്ടാതെ വന്നപ്പോൾ നമുക്ക് നിരാശയും സങ്കടം. ടേക്ക് അവേ ഓൾ തിങ്സ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് കളയണം. ആരോടെങ്കിലും നീരസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നീരസം അവർ തക്ക സമയത്ത് നമ്മളെ സഹായിക്കാതിരുന്നതാണെങ്കിൽ അതിൻ്റെ പേരിലാണ് നിനക്ക് നെഗറ്റീവ് ഫീലിങ്സ്, സ്നേഹത്തിൻ്റെ രാഹിത്യം, നിരാശ, സങ്കടം, പ്രതികാരം, ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടായെങ്കിൽ ലീവ് അവേ ഓൾ തിങ്സ്. എപ്പോഴും ഫ്രാൻസിസ് സേവ്യർ പ്രാർത്ഥിക്കുമായിരുന്നു, ടേക്ക് അവേ ഓൾ തിങ്സ്, എനിക്ക് ആത്മാവിനെ തരികയെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ദൈവശക്തി നിറയാനുള്ള ഒരു മാർഗമാണ്. എല്ലാം എടുത്തുകൊള്ളാൻ പറയും. ഇതെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം.
ഈശോ പക്ഷേ അതിന് ജയിച്ചത് എങ്ങനെയാണെന്നറിയാവോ? ഈശോ ആദ്യമേ ഒരു കണക്ക് കൂട്ടിയായിരുന്നു. ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങളിൽ ഞാൻ ആശ്രയം വെക്കുന്നില്ല. ആരിലും ഞാൻ ആശ്രയം വെക്കണില്ല. എന്നിട്ട് എന്താ? നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോകുന്ന കാലം വരും. ദയവേദലെ മനുഷ്യൻ, നിൻ്റെ അമ്മയായാലും നിൻ്റെ അപ്പനായാലും എപ്പോഴെങ്കിലും ഇട്ടേച്ചും പോകും, ഉറപ്പാ. മനഃപൂർവ്വമായിരിക്കണം നിർബന്ധമില്ല, മനഃപൂർവ്വമായിരിക്കണം നിർബന്ധമില്ല. നമ്മൾ ആശുപത്രിയിൽ വന്ന് വെന്റിലേറ്ററിലോ ICUയിലോ കിടന്നു കഴിഞ്ഞാൽ എത്ര നേരം നമ്മുടെ അടുത്ത് അവർക്ക് നിൽക്കാൻ പറ്റും? ഇല്ല. പുറത്ത് ജാഗ്രതയോടെ എത്ര സമയത്ത് ഇരിക്കാൻ പറ്റും? ഇല്ല. അവരവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അപ്പം നേഴ്സുമാർ വന്ന് അവരെ വഴക്കോടെ, ഇതാണ് കൊച്ചു നോക്കാമെന്ന ആൾ, കൊള്ളാം, നല്ല പണിയായി എന്ന് അവർ വഴക്കിടും. പക്ഷേ അവർക്ക് വഴക്കിട്ടിട്ട് കാര്യമില്ല, അവർക്ക് പരിമിതികളുണ്ട്. ദൈവവേദലേ, നീ ആശ്രയം വെക്കുന്നവർക്ക് പരിമിതികളുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഒരു പരിമിതിയുമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു. കൈ അടിച്ചു കർത്താവ് സ്തുതി. ആദ്യം തന്നെ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുവാനായി ഒരുക്കി തന്ന നിമിഷത്തെ ഓർത്ത് യേശുനാഥനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആമ്പല്ലൂർ മണ്ണമ്പട്ട ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ 23 മെയ് മാസത്തിലാണ്. ഞാൻ ഉടമ്പടിയിൽ ആദ്യമായി വെച്ച നിയോഗം, എൻ്റെ മോൾ 12 വർഷമായി BEd പാസ്സായിട്ട് ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. 1 വർഷമായിട്ട് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ കൃപാസനത്തെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു, എവിടെയെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരത്തി വഴി ഞാൻ അറിഞ്ഞ് മോളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ കൃപാസന അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ മോൾക്ക് ജോലി കിട്ടും, നീ അവിടെ പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ 1 വർഷമായിട്ട് മാതാവിനോട് ഭക്തിയുള്ള ആൾ തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ മോള് 2023 മെയ് മാസത്തിൽ എക്സാം എഴുതുകയും അതിനു മുന്നേ 2 പ്രാവശ്യം എക്സാം എഴുതി അതിലെല്ലാം തോറ്റുപോയി. ഈ 3ാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടിയിലായിരുന്നത്. ഞാനിവിടെ വന്നതിക്ക് മുന്നേ പ്രാർത്ഥിക്കാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പത്രം വായിക്കാറുണ്ട്. പിന്നെ ഈ കൃപാസന മാതാവിനെ പറ്റി എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞ്, അങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ മോള് എക്സാം എഴുതി വന്നു, തോറ്റു പോകുന്ന മോള് പറഞ്ഞായിരുന്നു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നീ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്ക്, ദൈവം അമ്മ മാതാവിന് ഏറ്റവും ആദ്യം നിയോഗം വെച്ചായിരുന്നു നിൻ്റെ ജോലി കാര്യമൊന്നും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഡേറ്റ് വെച്ച് ആദ്യത്തെ നിയോഗം മോൾക്ക് വേണ്ടി വെച്ചു. ഡേറ്റ് വെച്ച് ഞാൻ എഴുതിയായിരുന്നു. 23 ജൂണിൽ തന്നെ എൻ്റെ അമ്മ എൻ്റെ മോൾക്ക് ജോലി തരണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. തോറ്റുപോകുമെന്ന് പറഞ്ഞ് എൻ്റെ മോള് 2nd റാങ്കിൽ പാസ്സായി. എൻ്റെ പരിശുദ്ധ അമ്മ ആ 23 ജൂണിൽ തന്നെ എൻ്റെ മോൾക്ക് ജോലി കിട്ടി. പെർമനൻറ്റ് പോസ്റ്റോട് കൂടി ഇപ്പോൾ ഇരിഞ്ഞാലക്കുട സെൻറ്റ് മേരീസ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ 2ാമത്തെ നിയോഗം എൻ്റെ മോളാണിത്. എൻ്റെ +2 എക്സാമിന് വേണ്ടി ഞാനിവിടെ ഹോൾ ടിക്കറ്റ് കിട്ടി ഇപ്പോൾ ഇവിടെ കൊണ്ടുവരികയും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. വെഞ്ചരിച്ച കാശുരൂപം കൊടുത്തു മോൾക്ക്. അങ്ങനെ പ്രാർത്ഥിച്ചു. നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. 93% മാർക്കോടുകൂടി ഇന്നലെ റിസൾട്ട് വന്നു. മോള് പാസ്സായി. എൻ്റെ യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 30 വർഷമായി എൻ്റെ കിണർ ജനുവരി മാസമാകുമ്പോൾ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ വേറെ വീടുകളിൽ പോയാണ് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാറ്. ഈ ഡിസംബർ ആയപ്പോൾ ഞാൻ എൻ്റെ 5ാമത്തെ പുതുക്കലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ ഈ കൊല്ലം എവിടെയും പോയി വെള്ളം കൊണ്ടുവരില്ല, എനിക്ക്
എൻ്റെ കിണർ വറ്റാതെ എനിക്ക് കുടിക്കാനുള്ള വെള്ളം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ മുട്ടുകുത്തി നിന്ന് വിശുദ്ധ ഉപ്പ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി മുട്ടുകുത്തി നിന്ന് 7 മണി നേരത്ത്, സന്ധ്യ നേരത്ത് 7 മണി നേരത്ത് ഞാൻ മുട്ടുകുത്തി നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉപ്പ് കിണറിലിടുകയും എനിക്ക് വെള്ളം വറ്റാതെ, ഒരിക്കലും പോയി വെള്ളം കൊണ്ടുവരാതെ എൻ്റെ കിണർ വറ്റാതിരിക്കണം അമ്മയെന്ന് പ്രാർത്ഥിച്ച്, കണ്ണീരോടെ പ്രാർത്ഥിച്ച്. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കിണർ വറ്റിയിട്ടില്ല. ഇപ്പോഴും മോട്ടർ അടിച്ച് ഇഷ്ടം പോലെ വെള്ളം എൻ്റെ കിണറിലുണ്ട്, വറ്റിയിട്ടില്ല. അതൊരു എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനക്കോടി നന്ദി പറയുന്നു ഞാൻ. പിന്നെ ചെറുതും വലുതുമായിട്ട് വളരെ കുറേ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവകാരിയായിരുന്നു ഞാൻ. ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നൊക്കെ മോചനം നൽകി വലിയ കൃപ ദൈവം എനിക്ക് തന്ന് എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ വിശുദ്ധ കുർബാനയിൽ ദിവസം പങ്കെടുക്കുകയും 15 ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിച്ച് ദിവസത്തിൽ 1/2 മണിക്കൂർ വീതം ബൈബിൾ വായിക്കുകയും അതേപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൃത്യം 5:30 മണിക്ക് തന്നെ ഞാൻ വന്ന് പ്രാർത്ഥിക്കും. വൈകുന്നേരം എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് 7 മണിയോട് 7:30 കൂടി എൻ്റെ വൈകുന്നേരത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ ചൊല്ലും. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ ഞാൻ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ഈ വിശുദ്ധമായ തൈലം കൊണ്ട് തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒത്തിരിയേറെ രോഗികൾക്ക് സൗഖ്യം പ്രാപിച്ച് അവർ എന്നോട് പറഞ്ഞ് അസുഖം എൻ്റെ ഭേദമായി, എൻ്റെ കൂടെ പോരാന്ന് പറഞ്ഞ് ഈ കൃപാസനത്തിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 വർഷത്തിനിടയിൽ ഒത്തിരി പേരെ ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരോടും കാണുന്നവരോടൊക്കെ ഞാൻ പറയും, എന്ത് ദുരിത ദുഃഖ രോഗങ്ങളോ പറഞ്ഞാൽ ആ കൃപാസന അമ്മയുടെ അടുത്ത് എന്ന് പ്രാർത്ഥിച്ച ആ പുണ്യഭൂമിയിൽ കാലുകുത്തിയാൽ ഏറ്റെടുക്കാത്ത ഒരു ദുരിതവും ഇവിടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് ഒറ്റയ്ക്ക് പോരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൂടെ പോരാന്ന് പറഞ്ഞ് ഞാൻ അവരോട് കൊണ്ടുവരാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഞാനിവിടെ വരും. മാസത്തിൽ ഒരു ദിവസം വരും. പത്രം വാങ്ങിക്കൊണ്ട് പോവും, നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് പോവും. പത്രം ഞാൻ വീടുകളിൽ കൊടുക്കും, ബാക്കി പള്ളിയിൽ കൊടുക്കും. നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും ഒക്കെ ഞാൻ മേടിച്ച് എന്നിൽ കഴിയാവുന്ന വിധത്തിൽ ഞാൻ മേടിച്ച് എല്ലാവർക്കും നേർച്ച വസ്തുക്കൾ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ കാശുരൂപങ്ങൾ ഞാൻ കൊടുക്കും. എല്ലാറ്റിലും ഈ പത്രം കൊടുക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. ഈ പത്രം ഞാൻ വിശുദ്ധ തൈലം തൊട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുക്കുന്ന പത്രം വിശുദ്ധിയുള്ള അർഹതയുള്ളവരുടെ കയ്യിൽ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. ആര് വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. കാരണം അവർക്കത് അർഹതപ്പെട്ടതല്ല എന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ അമ്മ പറയുന്ന ആൾക്ക് മാത്രം ഞാൻ കൊടുക്കണ പത്രം എന്നെ കൊണ്ട് കൊടുപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും പിതാവിനും കോടാനക്കോടി നന്ദി പറയുകയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഇതിലേറെ ഓരോ പുതുക്കലുകളിലും അനേകം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നും ഞാൻ ചോദിക്കുന്നതിലേറെ ഞാൻ നിയോഗം വയ്ക്കുന്നതല്ല, അതിലേറെ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ മക്കൾക്കും എനിക്കും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാനൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്തതായിരുന്നു. 5 വർഷമായിട്ട് കൊറോണയ്ക്ക് അടച്ചു ആ കമ്പനി പൂട്ടിയിട്ട് ഇതേവരെ തുറന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് പകുതി സാലറി തരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ ജീവിച്ചു പോകാനുള്ള വഴി ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവരെന്നോട് പറയും, നീ കൃപാസനത്തിൽ പോകണതല്ലേ, ദൈവത്തിനോടൊന്ന് അമ്മയോടൊന്ന് പ്രാർത്ഥിക്കുക,
ഈ കമ്പനി ഒന്ന് തുറക്കാൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ 5ാമത്തെ പുതുക്കലിലൊന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ, കോടാനുകോടി അനുഗ്രഹങ്ങൾ തന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുടെ കാര്യങ്ങൾ വളരെ ദുരിതത്തിലാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഈ കമ്പനിയിൽ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കൃപാസന മണ്ണിൽ തന്നെ നിൽക്കുമ്പോൾ എൻ്റെ മൊബൈലിലൊരു മെസ്സേജ് വന്നു. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പകുതി സാലറി വീതമാണ് ഈ 5 വർഷമായിട്ട് തരണുണ്ടായിരുന്നു. പിന്നെ 40 മാസത്തെ സാലറി ഒരുമിച്ച് ഈ മൊബൈലിൽ അപ്പോൾ വന്നേക്കാണ്. അപ്പോൾ ഞാനത് ആഗ്രഹിച്ചതല്ല, എൻ്റെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ അതിന് അമ്മയ്ക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയാണ്. ഒരു ജോലി ഇല്ലാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും അറിയാം. ഒരു 12 വർഷത്തോളമായി ഈ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിന് അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി.